സ്വാലിഹ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സ്വാലിഹ, പ്രതിഷേധം സ്വാഭാവികമാണ്. ജനങ്ങൾക്ക് ലഭിക്കേണ്ട പദ്ധതികളിൽ നിന്നാണ് ഈ പണമൊക്കെ തട്ടിയെടുത്തിരിക്കുന്നത്. ടി.പി. ഹാരിസിന് മാത്രമല്ല, വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടത്തിനെതിരെയും പ്രസിഡന്റ് റഫീഖയ്ക്കെതിരെയൊക്കെ വലിയ രീതിയിലുള്ള പരാതികൾ വരുന്ന സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ യുവജന സംഘടന DYFI അവിടെ ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ലീഗിന്റെ ഒത്താശയോടുകൂടി അല്ലാതെ ഇത്തരത്തിലുള്ള തിരിമറികളും തട്ടിപ്പുകളും 25 കോടിയിലധികം രൂപയാണ് തട്ടിയെടുത്തതായി പരാതി വരുന്നത്. അതും ലീഗ് അനുയായികളുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള പരാതികളൊക്കെ പുറത്തു വന്നിട്ടുള്ളതും എന്നതും ശ്രദ്ധേയമാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു എങ്കിൽ പോലും പ്രതിഷേധം സ്വാഭാവികമാണ്. വിനിഷ, ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ കണ്ടെത്തിയ ക്രമക്കേടുകൾ മാത്രമല്ല, പദ്ധതി വിഹിത നിർവഹണങ്ങളിലെല്ലാം തന്നെ വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട്. ഇത് സമഗ്രമായ ഒരു അന്വേഷണത്തിലൂടെ പുറത്തു വരികയുള്ളൂ. അന്വേഷണം നടക്കട്ടെ, ഇക്കാര്യങ്ങളൊക്കെ പുറത്തു വരട്ടെ എന്നാണ് LDF പറയുന്നത്. 12-ാം തീയതിയാണ്, ചൊവ്വാഴ്ചയാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് LDF ജനപ്രതിനിധികളുടെ പ്രതിഷേധം നടക്കുന്നത്. മുസ്ലിം ലീഗ് നേതാക്കളുടെ ഒത്താശയിലാണ് ഈ കോടികളുടെ തട്ടിപ്പ് നടന്നത് എന്ന് വ്യക്തമായിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രവൃത്തികളുടെ കരാറുകളെല്ലാം തന്നെ ലീഗ് നേതാക്കളുടെ ബെനാമികൾക്ക് ലഭിക്കുന്നുവെന്ന ആക്ഷേപം നേരത്തെ തന്നെയുണ്ട്. അക്രഡിറ്റഡ് ഏജൻസികൾ കരാർ നൽകുന്നതിന് പിന്നിലെ വലിയ അഴിമതി പല ഘട്ടങ്ങളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ നോക്കുകുത്തിയാക്കിയാണ് ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പുകൾ നടന്നു വരുന്നത്. സ്ഥിരം സമിതികളെല്ലാം തന്നെ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ വലിയ ഭൂരിപക്ഷത്തിന്റെ മറവിൽ കുത്തകയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് മറയാക്കിയാണ് ഈ തട്ടിപ്പുകളെല്ലാം തന്നെ നടക്കുന്നത്. ഏതാണ്ട് 200-ലധികം പേരിൽ നിന്ന് ടി.പി. ഹാരിസ് പണം കൈപ്പറ്റിയെന്ന് ഇതിനകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം വേണം ഇക്കാര്യത്തിൽ എന്നാണ് CPIM LDF ആവശ്യപ്പെടുന്നത്. വിനിഷ.